Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കോവയ്ക്ക ഫ്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കോവയ്ക്ക ഫ്രൈന്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക ഇതുപോലെ കുഞ്ഞാക്കിയിട്ട് വട്ടത്തിലാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മസാല പൊടീസൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് നന്നായിട്ട് മസാലയിലങ്ങ് കുളിപ്പിച്ചെടുക്കും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. മസാല എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഓരോ മസാല ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ചെറിയ സ്പൂണിലാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. കുഞ്ഞു സ്പൂണാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണോളം മതിയാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് കൂടാൻ പാടില്ല. കറക്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദാ മാവാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മൈദാ മാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ മാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ. അതിന് മീതെ കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരമുറി നാരങ്ങ നീരാണ്. അതും കൂടി ഇതിനകത്തേക്ക് കുരുവില്ലാതെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്. ഇനി വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതങ്ങ് ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. വെള്ളം പോലെ ആരും തന്നെ ആക്കരുത്. കുറച്ച് തിക്കായിട്ട് വേണം ഇതങ്ങ് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി കളർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ പൊടി ഇഷ്ടമില്ലാത്തവർ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കളർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഈ ഒരു കൂട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കോവയ്ക്കയിലൊക്കെ ഈ ഒരു മസാല നല്ലവണ്ണം അങ്ങ് അപ്ലൈ ആയിരിക്കണം. അപ്പോൾ ആ രീതിക്ക് നല്ലവണ്ണം അങ്ങ് കോവയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കോവയ്ക്കയിൽ മസാല പുരട്ടുന്ന സംഭവം എല്ലാം നല്ല പക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസാല കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനിതിപ്പോൾ സ്പൂൺ കൊണ്ട് കുറച്ചങ്ങ് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഒരു മസാല പോലും ഒലിച്ചിറങ്ങുന്നില്ല. അതാണ് നമ്മുടെ ഈ ഒരു കോവയ്ക്കയുടെ ഈ ഒരു മാവിൻ്റെ ഒരു പരുവം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കൊടുക്കാം. ഒരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇത്ര മാത്രം വെച്ചിരുന്നാൽ മതിയാകും. അതിനുശേഷം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കോവയ്ക്ക ഫ്രൈക്ക്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കോവയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തേക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ള കോവയ്ക്കയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ നല്ല മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞില്ല, ബാക്കി കുറച്ചും കൂടി കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോവയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വേണം ചേർക്കാനായിട്ട്, ബാക്കിയുള്ളത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കോവയ്ക്കാണ്. ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലവണ്ണം അങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നാക്കി മിക്സാക്കി എടുക്കാം.
നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മക്കളെ പരിപാടി കഴിഞ്ഞു. ഗതം ഗതം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കോവയ്ക്ക ഫ്രൈ. അപ്പോൾ ഗൈസ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.